ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. സൂറത്തുൽ ബഖറയിലെ 101 ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി വലമ്മ ഷദ്ദുള്ള മീമിനെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ജാഅഹും ഇവിടെ അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം, 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. റസൂലും മിൻ തൻവീനിന് ശേഷം മീമ് വന്നു, അൽ ഇദ്ഗാമു ബിഗുന്നയാണ് നിയമം. ഇൻദില്ലാഹി അവിടെ സുക്കൂൻ നൂനിന് ശേഷം ദാല് വന്നു, അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ്. അവിടെ ഫരീഖ് എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ നിർത്തി വീണ്ടും വായിക്കേണ്ടതാണ്. നിർത്തുകയാണെങ്കിൽ കൽക്കല ചെയ്യേണ്ടതാണ്. കാരണം നിർത്തുമ്പോൾ ഖാഫിന് സുക്കൂന് വരും. ഫരീഖും മിന അവിടെ തൻവീന് ശേഷം മീമ് വന്നു, അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. തൻവീനിൻ്റെ ശബ്ദം മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വറാഅ ദുഹൂരിഹിം അവിടെ നാം റായിനെ കലപ്പിക്കേണ്ടതാണ്. വറാഅ ശേഷം ദീർഘമുണ്ട്, അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം, 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹംസിനെ കനപ്പിക്കാൻ പാടില്ല. അഥവാ ദീർഘത്തിന് ശേഷം ഹംസ് ഉണ്ട്, അവിടെ കട്ടി കുറയ്ക്കേണ്ടതാണ്. വറാഅ എന്ന ശബ്ദമാണ് കേൾക്കേണ്ടത്, ഓ എന്ന ശബ്ദം കേൾക്കാൻ പാടില്ല. കാരണം റായിനെ കനപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഹംസിനെയും കനപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കഅന്നഹും അവിടെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. കാരണം നൂനിൻ്റെ മേലെ ഷദ്ദ് വന്നു. ഒന്നുകൂടി നമുക്ക് ഈ ആയത്തെ പൂർണ്ണമായും കേൾക്കാം. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا. وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما مزيدا. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ പഠനം 101 ആയത്തിലേക്ക് കടക്കുകയാണ്. ഈ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم
വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. ഇവിടെ ഈ 101-ാമത്തെ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, റസൂലുൻ, ഒരു റസൂൽ അല്ലെങ്കിൽ ഒരു ദൂതൻ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖുൻ, സത്യമാക്കുന്ന, ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ, നബദ, ഇട്ടുകളഞ്ഞു അല്ലെങ്കിൽ എറിഞ്ഞുകളഞ്ഞു, ഫരീഖുൻ, ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗം, മിനല്ലദീന, യാതൊരുവരിൽ നിന്ന്, ഊത്തുൽ കിതാബ, അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടു, കിതാബല്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ, വറാഅ, പുറകോട്ട്, ളുഹൂരിഹിം, തങ്ങളുടെ മുതുകുകളുടെ അല്ലെങ്കിൽ തങ്ങളുടെ പിൻപുറത്തേക്ക്, കഅന്നഹും, അവർ എന്ന പോലെ, ലാ യഅലമൂൻ, അവർ അറിയുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 101-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വന്നപ്പോൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു, അവർ അറിയാത്തതുപോലെ. ഇവിടെ സഹോദരങ്ങളെ, ഈ 101-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾ എപ്രകാരമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അത് യാതൊരു പരിഗണനയും നൽകാതെ തള്ളിക്കളഞ്ഞതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 101-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയ കാര്യമാണ്, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനായി കടന്നു വന്നത് അത് ഇസ്രായേൽ തറവാട്ടിൽ നിന്നായിരുന്നില്ല, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളല്ല എന്ന കാരണം കൊണ്ടാണ് മാനസികമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളുവാൻ ഈ യഹൂദികൾക്ക് കഴിയാതെ പോയത്. മാത്രമല്ല, ഇനി എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയാണ് എങ്കിൽ അത് പിഴച്ചുപോയ അവരുടെ പൂർവികന്മാർ സ്വീകരിച്ചു പോന്ന അവരുടെ പാരമ്പര്യ നടപടികൾക്ക് കോട്ടം തട്ടുമെന്ന് കരുതിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത്. അതുപോലെ തന്നെ മദീനയിൽ ഈ യഹൂദികൾക്ക് ലഭിച്ചിരുന്ന ചില നേതൃത്വ പദവികൾ, അതിനെല്ലാം കോട്ടം തട്ടുമെന്ന് കരുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുവാൻ ഈ യഹൂദികൾ മുന്നോട്ട് വന്നത്. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നത് ന്യായീകരിക്കുവാൻ വേണ്ടി അവരുടെ കൈവശമുണ്ടായിരുന്ന തൗറാത്തിന്റെ പല ഭാഗങ്ങളും അവർ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. മാത്രമല്ല സഹോദരങ്ങളെ, മദീനയിലുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി തൗറാത്തിന്റെ പല വചനങ്ങളും അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. പണ്ഡിതന്മാർ പറയുന്നത്, അവർ പൂഴ്ത്തിവെച്ചതും ദുർവ്യാഖ്യാനം ചെയ്തതുമായ രേഖകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു കൂടുതൽ അതിൽ ഉണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യഹൂദികളുടെ ഈ ഒരു പ്രവണതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, ആ ഒരു സ്വഭാവം മാലോകരെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്, വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വന്നപ്പോൾ, നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു, കഅന്നഹും ലാ യഅലമൂൻ, അവർ അറിയാത്തതുപോലെ. ഇതാണ് പരിശുദ്ധ ഖുർആനെ നിരാകരിച്ച സത്യനിഷേധികളായ യഹൂദികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ പരിശുദ്ധ ഖുർആൻ അത് അവർ ഒന്നും അറിയാത്തതുപോലെ അവരുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യഹൂദികളെ കുറിച്ച് എടുത്തു പറഞ്ഞ ഈ കാര്യങ്ങൾ അല്പം കൂടി വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന്
നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.